ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് കറി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഡിന്നറിന് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ പത്തിലീൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഈവൻ ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഫിഷ് എടുത്തിട്ടുള്ളത് പുയ്യാപ്പിള മീനാണ്. നമ്മളിവിടെ പുയ്യാപ്പിള മീൻ എന്നാ പറയുക, കിളിമീൻ എന്നൊക്കെ പറയും. അപ്പോൾ അതൊരു 3 വലിയ സൈസിലുള്ളത് എടുത്തിന്. ഇനിയിപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം അതായത് ക്യൂമിൻ സീഡ്, 1 ടീസ്പൂൺ ഉലുവ, 2 തക്കാളി പ്യൂരി, 2 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചോപ്പ് ചെയ്തെടുത്തത്, 2-3 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കുറച്ച് മല്ലിയില, കറിവേപ്പില, പുതിനയില അരിഞ്ഞു വെച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഓയിലും ഉപ്പും വേണം. അപ്പം ഞാനിപ്പം ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇതിലേക്ക് ഉലുവയും ക്യുമിൻ സീഡും ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഉലുവയും ചെറിയ ജീരകവും മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി കുറച്ചൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇപ്പം ഉള്ളി നന്നായി വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് 1 മിനിറ്റ് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി 2 മിക്സിയിൽ അടിച്ചെടുത്താൽ മതി, വേവിക്കുകയൊന്നും ചെയ്യേണ്ട, വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പാടെ തന്നെ അങ്ങ് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഈ തക്കാളി എന്നുള്ള ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വറ്റി വരണം. ഞാനിപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒന്ന് ആ തക്കാളിൻ്റെ ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറാൻ, ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കാം. തക്കാളീൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വരുന്നുണ്ട്, കുറച്ചൊരു തിക്കായിട്ടുണ്ട്. ഡ്രൈ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം മഞ്ഞളും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു 3 അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്രേവിക്ക് കണക്കായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിപ്പം 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിന്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇതാ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഇതങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. മീൻ വേണമെങ്കിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഫ്രൈ ഒന്നും ചെയ്യാണ്ട് അപ്പാടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ചേർത്തതിന് ശേഷം ആ ഗ്രേവി ആയിട്ട് മീനൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഞാനിപ്പം മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗ്രേവി ആയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മീനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം മീനിപ്പോൾ ഒരു സൈഡൊന്ന് കുക്കായി വന്നപ്പം അടുത്ത സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം സ്പൂൺ വെച്ച് ഒരുപാട് തവണ ഇളക്കാനൊന്നും പറ്റില്ല, കാരണം മീനങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം ഞാനിപ്പോൾ ഇനി കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് ഗ്രേവിയിൽ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം സ്പൂണിട്ട് ഇളക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കാരണം ഇനി മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫിഷ് മസാല റെഡിയായി.
അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു വെള്ളാപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നല്ല സോഫ്റ്റ് വെള്ളാപ്പവും ഈ ഒരു ഗ്രേവിയും അടിപൊളിയാണ്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.